10 വർഷത്തിന് ശേഷമുള്ള UDF സർക്കാർ സത്യപ്രതിജ്ഞാ ചടങ്ങ് വ്യത്യസ്തതകൾ നിറഞ്ഞതായിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും മാത്രമേ വേദിയിൽ പാടുള്ളൂ എന്നായിരുന്നു ലോക്ഭവന്റെ ആദ്യ നിർദ്ദേശം. എന്നാൽ നിയുക്ത മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിന് മുന്നിൽ ലോക്ഭവൻ വഴങ്ങിയതോടെ നേതാക്കളെ കൊണ്ട് സമ്പന്നമായിരുന്നു വേദി. തമിഴ്നാട്ടിലേതുപോലെ വന്ദേമാതരം ചൊല്ലിയാണ് ടീം UDFന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് തുടക്കമായത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശപ്രകാരം വന്ദേമാതരത്തിന്റെ 6 ചരണങ്ങളും പൂർണ്ണമായി ചൊല്ലി. 10:10 ഗവർണർ രാജേന്ദ്ര അർലേക്കർ വേദിയിലെത്തിയതോടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് തുടക്കമായി. അപ്പോഴേക്കും 10 വർഷത്തിനു ശേഷം UDF അധികാരത്തിലെത്തിയതിന്റെ ആവേശത്തിൽ പ്രവർത്തകരാൽ നിറഞ്ഞിരുന്നു സെൻട്രൽ സ്റ്റേഡിയം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും എത്തിയതോടെ ആവേശം അണപൊട്ടി. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ഘടകകക്ഷി നേതാക്കൾ തുടങ്ങി നീണ്ട നിര തന്നെയുണ്ടായിരുന്നു വേദിയിൽ. കേരള സാരിയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെയും കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെയും വേഷം. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം VD സതീശൻ രാഹുൽ ഗാന്ധിയെ വാരി പുണർന്നു. ശേഷം മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം മറ്റു നേതാക്കളുടെ അടുത്തേക്ക്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവസാനം വരെ മുന്നിലുണ്ടായിരുന്ന KC വേണുഗോപാലിന് തണുപ്പൻ അഭിവാദ്യം. മൂന്നാമതായി സത്യപ്രതിജ്ഞ ചെയ്ത രമേശ് ചെന്നിത്തലയെ രാഹുൽ ഗാന്ധി ചേർത്ത് പിടിച്ചു. VD സതീശൻ കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കളിൽ K മുരളീധരനായിരുന്നു ഏറ്റവും കരഘോഷം. എല്ലാവരും മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മുരളീധരൻ മാത്രം ഇംഗ്ലീഷിൽ. Do swear in the name of God as the Minister of the State of Kerala, and that I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or envy. പാർട്ടി ചെയർമാൻ PJ ജോസഫിനെ ഹസ്തദാനം ചെയ്ത ശേഷമാണ് മോൻസ് ജോസഫ് സത്യവാചകം ചൊല്ലിയത്. വസ്ത്രത്തിൽ വ്യത്യസ്തൻ ഷിബു ബേബി ജോൺ ആയിരുന്നു. കറുത്ത ഷെർവാണിയായിരുന്നു വേഷം. യഥാർത്ഥ ഇടത് UDF എന്ന് VD സതീശൻ ആവർത്തിക്കുമ്പോൾ ഘടകകക്ഷി മന്ത്രിമാരായ ഷിബു ബേബി ജോണും CP ജോണും സഗൗരം സത്യപ്രതിജ്ഞ ചെയ്തു. CP ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭരണഘടനയും നിയമവും അനുസരിച്ച് എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. KM ഷാജിക്കായിരുന്നു ലീഗ് മന്ത്രിമാരിൽ ഏറ്റവും കയ്യടി. സത്യപ്രതിജ്ഞ പൂർത്തിയാകും വരെ ആരവം തുടർന്നു. KM ഷാജി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ആദ്യ മത്സരത്തിൽ തന്നെ ജയിക്കുകയും മന്ത്രിസഭയിലെ ഏറ്റവും ജൂനിയറുമായ OJ ജനീഷാണ് ഏറ്റവും അവസാനം സത്യപ്രതിജ്ഞ ചെയ്തത്. ചടങ്ങിനിടെ പറവൂരിൽ നിന്നുള്ള അമ്മാളു അമ്മ വേദിയിലെത്തിയതും VD സതീഷിനെയും രാഹുൽ ഗാന്ധിയെയും ചേർത്ത് പിടിച്ചതും മനോഹര നിമിഷമായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.